ഹൗ മെനി ഓഫ് യു വാണ്ട് ടു മേക്ക് മണി? നല്ല കസ്റ്റമേഴ്സിനെ കണ്ടെത്താം, കൂടുതൽ ലാഭം നേടാം, കൂടുതൽ പണം നേടാം. ആദ്യത്തെ 2 സ്ലൈഡിൽ ഞാൻ പറഞ്ഞത് നിങ്ങളിപ്പോൾ എവിടെ നിൽക്കുന്നു എന്ന് സ്വയം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന 2 ഘടകങ്ങളാണ്. 1 പണം, 2 വൃത്തികെട്ട കസ്റ്റമർ. അപ്പോൾ ഈ 2 കൂട്ടരെ ഒഴിവാക്കിയാൽ 3ാമത്തെ സാധനത്തിനെ സെറ്റ് ചെയ്യാൻ പറ്റും. ഏത്? നല്ല സ്റ്റാഫ്. കാശുണ്ടെങ്കിൽ നല്ല സ്റ്റാഫിനെ വെക്കാം. അപ്പോൾ എന്താ വേണ്ടേ? കാശുണ്ടാക്കാൻ പഠിക്കാം. നമുക്ക് ഒരുപാട് രീതിയിൽ നമുക്ക് ബിസിനസ്സിൽ ലാഭം കണ്ടെത്താൻ പറ്റും. നമുക്ക് കൂടുതൽ സെല്ല് ചെയ്താൽ നമുക്ക് ലാഭം കണ്ടെത്താൻ പറ്റും. നമുക്ക് ഒരുപാട് മാർക്കറ്റ് വലുതാക്കിയാൽ നമുക്ക് ലാഭം കൂടും. പക്ഷേ നല്ല ടീം വന്നു കഴിഞ്ഞാൽ ലാഭം കൂടും അല്ലേ? നല്ല ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്താൽ ലാഭം കൂടും അല്ലേ? കുറച്ചുകൂടെ എൻക്വയറീസ് വന്ന് നമുക്ക് ലാഭം കൂടും അല്ലേ? പക്ഷേ ഇതൊന്നും അത്ര എളുപ്പം നടക്കുന്ന കാര്യമല്ല. പക്ഷേ നമുക്ക് വളരെ പെട്ടെന്ന് ഇന്ന് ഇവിടെ ഇരുന്ന് എടുക്കാൻ പറ്റുന്ന ഒരു തീരുമാനമുണ്ട് ലാഭം കൂട്ടാൻ. ആൻഡ് ദാറ്റ്സ് പ്രൈസിങ് സ്ട്രാറ്റജി. വില കൂട്ടാൻ ആരോടും അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല. എന്താ വില കൂട്ടാൻ മടിക്കുന്നേ? വില കൂട്ടി വിൽക്കാൻ അറിയാത്തതുകൊണ്ട്. ശരിയാണോ? വില കൂട്ടി വിൽക്കാൻ അറിയാത്തതുകൊണ്ടല്ലേ വില കൂട്ടാൻ പേടി. നമ്മളുടെ പല ബിസിനസ്സും ബാങ്ക്രപ്റ്റ് ആവുന്നത് അല്ലെങ്കിൽ പൂട്ടിപ്പോകുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലേ? എന്തുകൊണ്ടായിരിക്കും? ദേ ആർ നോട്ട് മേക്കിംഗ് ഇനഫ് മണി. ഒരു ബിസിനസ്സുകാരനും ആഗ്രഹിച്ച് അവൻ്റെ സ്ഥാപനം പൂട്ടത്തില്ല. എപ്പോഴാണ് പൂട്ടുന്നത്? അവൻ്റെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ടാണ് അവനത് പൂട്ടുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാതിരിക്കുകയാണ്, നമ്മൾ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ ഈ പൈസ ഇല്ല, നമ്മൾ എന്താകും? ഫ്രസ്ട്രേറ്റഡ് ആവും, നമുക്ക് ഭയങ്കര വെപ്രാളമാവും അല്ലേ? നമ്മൾ ഈ സാധനമൊക്കെ വില കുറച്ചൊക്കെ വിൽക്കുന്ന എപ്പോഴാണ്? കാശില്ല, എങ്ങനെയെങ്കിലും ഇത് വിറ്റ് തീർത്ത് കാശ് നേടുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിലാണ് നമ്മളത് ചെയ്യുന്നത് അല്ലേ? അപ്പം നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടേ? പണമാണ് ബിസിനസ്സിലെ എല്ലാ പ്രശ്നത്തിനും, അല്ലെങ്കിൽ പണമില്ലായ്മയാണ് ബിസിനസ്സിലെ എല്ലാ പ്രശ്നത്തിൻ്റെയും അടിസ്ഥാനം. അപ്പോൾ എന്താ വേണ്ടേ? ആ പണം കണ്ടെത്താൻ പഠിക്കണം.